ഓം മിഹിരേശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് തൊഴില്, ധനലബ്ധി ഇവ അംശകം വെച്ച് നോക്കുന്നത് എങ്ങനെയെന്നാണ്. ഇത് വരാഹമിഹിരാചാര്യന്റെ ഹോരാശാസ്ത്രത്തിലുള്ളതാണ്. നമുക്കിത് വിശദമായിട്ട് ഈ വീഡിയോയിൽ കാണാം. ഇതിന്റെ പ്രമാണം ഞാൻ ആദ്യം ഒന്ന് പറയാം. അർക്കാംശേ തൃണ കനക ഊർണ ഫേഷജാദ്യോ ചന്ദ്രാംശേ കൃഷി ജലജ അങ്കന ആശ്രയശ്ച ധാതു അഗ്നി പ്രഹരണ സാഹസൗ കുജാംശേ സൗമ്യാംശേ ലിപി ഗണിതാദി കാവ്യ ശില്പ. ഇത്രയാണ് പ്രമാണം. ഞാൻ എഴുതി കാണിക്കാം. ഇത് വളരെ പതുക്കെ പറഞ്ഞെന്നുള്ളൂ. അല്ല, ആദ്യം എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. പ്രമാണം വെച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് മാറിപ്പോവും. പെട്ടെന്ന് തന്നെ പറയാം. നമ്മളിപ്പോ ഒരു രാശി, കർക്കി രാശി, കടകരാശി, ലഗ്നം. ഇദ്ദേഹത്തിന്റെ തൊഴിൽ കണ്ടെത്താൻ നമ്മൾ സാധാരണ ഈ 10 നിൽക്കുന്ന ഗ്രഹം ഏതാണോ, ഇപ്പൊ 10 സൂര്യൻ നിൽക്കുകയാണെങ്കിൽ പിതാവിൽ നിന്ന് ധനലാഭം ഉണ്ടാവുന്നു. ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ മാതാവിൽ നിന്നും, ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ശത്രുക്കളിൽ നിന്നോ ഇളയ സഹോദരിൽ നിന്നോ ഉണ്ടാവുമെന്നും, ബുധൻ നിൽക്കുകയാണെങ്കിൽ പങ്കുവെച്ചുകൊടുക്കുന്ന കൂട്ടുകാരിൽ നിന്നൊക്കെ കിട്ടുമെന്നും, വ്യാഴം നിൽക്കുകയാണെങ്കിൽ മൂത്ത സഹോദരന്മാരിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ കിട്ടുമെന്നും, ശുക്രനാണെങ്കിൽ സ്ത്രീകളിൽ നിന്നും കാമുകന്മാരിൽ നിന്നൊക്കെ കിട്ടുമെന്നും, ശനിയാണെങ്കിൽ തൊഴിലാളികളിൽ നിന്നും വേലക്കാരിൽ നിന്നും കൃത്യന്മാരിൽ നിന്നൊക്കെ കിട്ടുമെന്നൊക്കെ നമ്മൾ ആദ്യത്തെ ഒരു പ്രമാണം കൊണ്ട് പഠിച്ചു. രണ്ടാമത് ഇതിരിക്കുന്ന അംശകം. ഇപ്പൊ സൂര്യൻ 10ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ. 10ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്രഹമായ ചൊവ്വയാണ്. ആ ചൊവ്വ ഇരിക്കുന്ന രാശി എടുക്കേണ്ടതുണ്ട്. അത് വേറൊരു മെത്തേഡ്. ഇനി വരാഹമിഹിരാചാര്യം പറഞ്ഞേക്കണ അംശകം വെച്ചിട്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ ചൊവ്വ അംശയിച്ചിരിക്കുന്നത്, ഈ 10ൽ ഗ്രഹം ഇല്ല എങ്കിൽ 10ാം ഭാവാധിപനായ ചൊവ്വ അംശയിച്ചിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ ഇത് ചൊവ്വയുടെ അംശം തന്നെയാണ്. അപ്പൊ അത് ചൊവ്വയ്ക്ക് ചേർന്നിട്ടുള്ള ഇളയ സഹോദരനെന്നും, ഈ ചൊവ്വ അംശിച്ചിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ വ്യാഴം ഗുരുക്കന്മാരിൽ നിന്നോ മൂത്ത സഹോദരനിൽ നിന്നോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പഠിച്ചായിരുന്നു. അതിന്റെ പ്രമാണവും പഠിച്ചു. ആ പ്രമാണം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. അർത്ഥാപ്തി പിതൃജനനി എന്ന് പറയുന്ന പ്രമാണം തൊട്ട് മുന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. മുന്നത്തുള്ള വീഡിയോകൾ അത് പോയി നിങ്ങൾ പഠിച്ചാൽ മതി. കാര്യം ഇതെല്ലാം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് അത് പഠിച്ചവർക്ക് ഇത് ഓക്കെ ആയിരിക്കും. ഇനി പറയുന്നത്, ഇപ്പൊ ലഗ്നം, 10ാം ഭാവം ചൊവ്വയുടെ രാശി, ഇതിന്റെ അധിപനായുള്ള ചൊവ്വ അംശിച്ചിരിക്കുന്ന രാശി. ഇപ്പോ ഇവിടെയാണെങ്കിൽ അത് ശുക്രന്റെ രാശി, ഇവിടെയാണെങ്കിൽ അത് ചൊവ്വയുടെ രാശി, അല്ല ഇവിടെയാണെങ്കിൽ ബുധന്റെ രാശി, ഇവിടെ തന്നെയാണെങ്കിൽ ചൊവ്വയുടെ രാശി, ഇവിടെയാണെങ്കിൽ ബുധന്റെ രാശി, ഇവിടെയാണെങ്കിൽ സൂര്യന്റെ രാശി, ഇവിടെയാണെങ്കിൽ ചന്ദ്രന്റെ രാശി. എല്ലായിടത്തും എവിടെ വന്നാൽ കൂടിയും ഇവിടെയാണെങ്കിൽ ശനിയുടെ രാശി, ഇവിടെയാണെങ്കിൽ വ്യാഴത്തിന്റെ രാശി. അങ്ങനെ അംശയിച്ച, അതായത് 10ാം ഭാവാധിപൻ അംശയിച്ചത് ഏത് രാശിയിലാണോ അതിന്റെ അധിപൻ, അതിനെ അംശകാധിപൻ എന്ന് പറയും. അപ്പൊ അതെടുത്തിട്ട് ആ കാരകത്വം ലഭിക്കും എന്ന് പറയണം. ഉദാഹരണം, നമുക്ക് 4 എടുത്താൽ മതി. ഇന്ന് നമുക്ക് 4 നോക്കാം. അതിന്റെ പ്രമാണവും പഠിക്കും. ഓക്കെ, സമയം നീണ്ടു പോണോണ്ടാണ് കേട്ടോ. സമയം നീണ്ടു കഴിയുമ്പോൾ നിങ്ങളും കാണൂല, എനിക്കാണെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ ആണ്. കാണാണ്ട് വീഡിയോ ഉണ്ടാക്കിയിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും റെഫറൻസ് ആണ്. ഇപ്പൊ കണ്ടില്ലെങ്കിലും പിന്നീട് പലരും കാണും. കാര്യം നമ്മൾ പഠിപ്പിക്കുന്ന വളരെ കീ ആയിട്ടുള്ള കാര്യങ്ങളാണ്. 10ാം ഭാവം ചൊവ്വയുടെ രാശി, ഇത് രണ്ടും ചൊവ്വയുടെ രാശി, ഇത് രണ്ടും ശുക്രന്റെ രാശി, ഇത് രണ്ടും ബുധന്റെ രാശി, ഇത് രണ്ടും വ്യാഴത്തിന്റെ രാശി, ഇതും ശനിയുടെ രാശി, ഇത് സൂര്യരാശി ചന്ദ്രരാശി. അറിയാത്തവർക്ക് പറഞ്ഞതാ. അറിയാവുന്നവർക്കാണ് ഈ ചാനൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കാര്യം ഞാൻ ബേസിക് വീഡിയോകളിൽ നിർത്തി, ഒൺലി അഡ്വാൻസ് വീഡിയോസ്. അപ്പൊ 10ാം ഭാവം ഏതാണ്? ചൊവ്വയുടെ രാശി. 10ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അംശയിച്ചിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ, സിംഹരാശിയാണെങ്കിൽ സിംഹരാശിയുടെ അധിപൻ സൂര്യൻ. അപ്പൊ സൂര്യനെ അംശയിച്ചു.
സൂര്യാംശം അതാണ് പറഞ്ഞ അർക്കാംശേ തൃണ കനക ഊർണ പേഷ ജാദ്യോ എന്ന് പറഞ്ഞത്. അർക്കാംശേ തൃണ കനക ഊർണ പേഷ ജാദ്യോ. അർക്കാംശേ തൃണ കനകോർണ പേഷ ജാദ്യോ. തൃണം എന്ന് പറഞ്ഞാൽ പുല്ല്, പുല്ലുവർഗങ്ങളായിട്ടുള്ള എന്തും എടുക്കാം. ഇവിടെ ഗോതമ്പ് ആണ് സൂര്യന്റെ ധാന്യം. തൃണം എന്ന് പറഞ്ഞാൽ വാഴയോ മുളയോ ഈ വീട്ടിൽ വളർത്തുന്ന പുല്ലുകളൊക്കെ എടുക്കാം. കനകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തങ്കം, അതെടുക്കാം. ഊർണം എന്ന് പറഞ്ഞാൽ കമ്പിളി, ഇവിടെ വേണമെങ്കിൽ പരുത്തി എടുക്കാം. ഭേഷജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധങ്ങള്, അതും കൂടുതൽ ആയുർവേദ ഔഷധങ്ങളാണ്, കുറച്ചും കൂടി അഭികാമ്യം. അപ്പൊ ഇതൊക്കെ സൂര്യന്റെ കാരകത്തുള്ളത് തന്നെയാണ്. ഇതൊക്കെ സൂര്യന്റെ കാരകത്തുള്ള വസ്തുക്കളാ. ഔഷധം, അപ്പോ സൂര്യൻ 10ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഡോക്ടറാവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, പറയും. അതേപോലെ തങ്കത്തിന്റെ കച്ചവടം നടത്താൻ പറ്റും. സ്വർണം വരുമ്പോൾ അത് ഗുരുവായിട്ട് മാറും. തൃണം എന്ന് പറഞ്ഞാല് ചില മുള, വാഴ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വാഴ കൃഷിയൊക്കെ നടത്താം. പക്ഷെ അവിടെ ചന്ദ്രനായിട്ട് കണക്ഷൻ വേണം കൃഷിയാവുമ്പോൾ. കോമ്പിനേഷനിലാണ് പറയുക. എങ്കിലും ഇത്തരത്തിലുള്ള വസ്തുക്കളിൽ നിന്ന് പ്ലെയിൻ ആയിട്ട് പറഞ്ഞാല് ധന ലാഭം ഉണ്ടാവും എന്ന് പറയണം. അപ്പൊ ഇതിന് മുന്നത്തെ നമ്മൾ പഠിച്ചു സൂര്യന്റെ കാരകത്വമുള്ള ആളുകളിൽ നിന്ന്. അപ്പൊ അതും കൂടി കൂട്ടി പറയുകയാണെങ്കിൽ പിതാവിൽ നിന്നോ വളരെ ഉന്നതന്മാരായിട്ടുള്ള സമൂഹത്തിൽ വിലയുള്ള ആൾക്കാരിൽ നിന്നോ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഡീൽ ചെയ്ത് പണം കിട്ടുമെന്ന്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ വലിയ സമൂഹത്തിൽ ഉയർന്ന ആളുകളുടെ എടുക്കുക. നമ്മൾ വേണമെങ്കിൽ ഈ ഗോൾഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മറ്റേ തങ്കത്തിന്റെ ഒക്കെ കച്ചവടം നടത്തിയിട്ട് വേണമെങ്കിൽ പൈസ ഉണ്ടാവുമെന്നോ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ നടത്തിയിട്ട് പണം കിട്ടുമെന്നോ ഒക്കെ വേണമെങ്കിൽ ഉദ്ദേശിക്കാം. ഇത് പ്ലെയിൻ ആണ്. ഇതിന്റെ തൊകുത്ത് കൃത്യമായിട്ട് പറയാൻ പറ്റുമ്പോഴാണ് ഒരു ജ്യോത്സ്യനാവുന്നത്. ഒന്ന്. രണ്ട്, ഇപ്പൊ ചന്ദ്രാംശം, ഇവിടെയാണെങ്കിൽ ആ ചന്ദ്രാംശവും അല്ലെ. അപ്പോ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രാംശേ കൃഷി ജലജ അങ്കന, ജലജാങ്കന എന്ന് വായിക്കണം കേട്ടോ. അങ്കന ആശ്രയശ്ച. ചന്ദ്രാംശമാണെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും. മിക്ക എല്ലാ കൃഷികളും ചന്ദ്രനാണ്. പക്ഷെ ധാന്യം അരിയാണ്. ജലജം, ജലത്തിൽ നിന്നുണ്ടാവണ ഏത് വസ്തു ആവാം. കവടി വരെ ജലത്തിൽ നിന്ന് ഉണ്ടാവണത്. മീനുകള്, വല, ബോട്ട്, കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളം പോലെ ഇരിക്കുന്ന ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ്, ലിക്വിഡ് ആയിട്ടുള്ള ഔഷധങ്ങൾ വരെ അതിൽ പെടും. ലിക്വിഡ് ആയിട്ടുള്ള വെള്ളം പോലെയുള്ള. ഇനി വാട്ടർ തന്നെയാണെങ്കിലോ, വാട്ടർ ഒഴുകുന്ന വാട്ടർ പൈപ്പ് ആണെങ്കിലോ, ഇതൊക്കെ തന്നെ ചന്ദ്രന്റെ കാരകത്വം വരും. വാട്ടർ പൈപ്പ് എന്ന് പറയുമ്പോൾ രാഹു ചന്ദ്രൻ കണക്ഷനാണ്, ഗ്രഹച്ചേർക്കെ നോക്കണം. അങ്കന എന്ന് പറഞ്ഞ സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മയായി കഴിഞ്ഞ സ്ത്രീകളെ അങ്കന എന്ന് പറയും. അതിനു മുമ്പുള്ളത് കന്യക എന്ന് പറയും. ബാലയാണെങ്കിൽ ഗ്രഹം വേറെയാണ്, ബുധനാണ്. അങ്കന വരുമ്പോഴത്തേക്കും ചന്ദ്രൻ വരും. ആശ്രയിച്ച, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. മാത്രമല്ല, ആശ്രയ എന്ന് പറഞ്ഞാല് നമ്മൾ ആശ്രയപരമായിട്ടുള്ള PA ജോലികളില്ലേ, സപ്പോർട്ട് ചെയ്യുന്ന ഏത് ജോലിയും വരാം. സെക്കൻഡറി ജോബ് ഗവൺമെന്റ് ഫീൽഡിലും വരാം. സപ്പോർട്ട് ചെയ്യുന്ന IAS ഓഫീസർമാരൊക്കെ ഇതിൽ വരും. ഇത്തരത്തിലുള്ള ജോബ് കൊണ്ടും ധനം ഉണ്ടാവും എന്ന് പറയണം. അപ്പൊ അംശയിച്ചിരിക്കുന്ന 10ാം ഭാവ അധിപൻ അംശയിച്ചിരിക്കുന്നത് ആരുടെ ക്ഷേത്രത്തിലാണെന്ന് വെച്ചാൽ അവരെ എടുത്തിട്ടാണ് പറയുന്നത്. ഇപ്പൊ ചന്ദ്രക്ഷേത്രത്തിലാണെങ്കിൽ ഇവിടെ ഒരു കാര്യം, അപ്പൊ ആ ഗ്രഹം എവിടെ പോയിട്ട് ഇരിക്കുന്നു എന്നുള്ളത് നോക്കണം. അംശകത്തിലും ലഗ്നത്തിലും നോക്കണം. ഇനി അങ്ങനെയുള്ള പരിപാടിയുണ്ട്. ഇത് തൽക്കാലത്തേക്കുള്ളതാണ്. ഇതിങ്ങനെ പറയാൻ പഠിച്ചാൽ അങ്ങനെയും പിന്നെ അങ്ങനെയും പിന്നെ വേറെ ഇങ്ങനെയും അങ്ങനെയും ഒക്കെ പറയാൻ പറ്റും. ഇനി അടുത്തത് ധാതു അഗ്നി പ്രഹരണ സാഹസൗ കുജാംശേ. ധാത്വാഗ്നി പ്രഹരണ സാഹസൗ കുജാംശേ എന്ന് വായിക്കണം. ധാതു എന്ന് പറഞ്ഞാൽ ഏത് ധാതുക്കളും പെടും.
ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ധാതുക്കൾ ഇൽമനേറ്റ്, ഫോസ്ഫേറ്റ്, ഇങ്ങനെ പറഞ്ഞ ഏത് സാധനമാണെങ്കിലും ധാതുവാണ്. അത് കുഴിച്ചെടുക്കുന്നതിന് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് എല്ലാം ചൊവ്വ. അഗ്നി, അതായത് മൈനിങ് എന്ന് പറയാം. അഗ്നി എന്ന് വെച്ചാൽ അഗ്നിയായിട്ട് ബന്ധപ്പെട്ട എന്തും. ഫാക്ടറികളിൽ അഗ്നി ആവശ്യമുണ്ടെങ്കിൽ ഫാക്ടറിയൊക്കെ ചൊവ്വയുടെ ഇതാണ്. അതുപോലെ എഞ്ചിനുകൾ, മെഷീനുകളൊക്കെ ചൊവ്വയാണ്. കാര്യം ഇതിൽ ധാതു ഉണ്ടാവും, അഗ്നി ഉണ്ടാവും. ഏത് മെഷീനിലാണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും അതിൽ ഫയറിങ് നടന്നിട്ടാണ് വണ്ടി ഓടണം. അതുകൊണ്ട് അത് അഗ്നിയാണ്. ധാതു കൊണ്ടുണ്ടാക്കുന്ന മെഷീൻസും ചൊവ്വയാണ്. പ്രഹരണ, പ്രഹരിക്കാനുള്ള വസ്തുക്കളാണ് പ്രഹരണ. അപ്പൊ പ്രഹരിക്കാനുള്ള വസ്തുക്കൾ ഏതൊക്കെയാ? വാള്, മമ്മട്ടി, കോടാലി, പരശു, മെഷീൻ ഗണ്ണ് മുതലുള്ള ഗണ്ണുകള്, പീരങ്കികള്, ബോംബ്, അണുകൊണ്ട്, എല്ലാ സാധനവും ചൊവ്വയ്ക്ക് ചേർന്നതാണ്. സാഹസം, സാഹസം ഉള്ള സാഹസികമായ എല്ലാ പ്രവൃത്തിയും ചൊവ്വയ്ക്ക് ചേർന്നതാണ്. പോലീസ്, പട്ടാളം, ഈ പാതുകാപ്പായിട്ടുള്ള കരിമ്പൂച്ചകൾ ഉൾപ്പെടെയുള്ള എല്ലാം ഇതാണ്. ഗുണ്ടകളും ഇതിൽ പെടും. അത് നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ, അതാണ് പറഞ്ഞ ഇവനിപ്പോ ചൊവ്വ ഈ 10ാം ഭാവാദിയായിട്ടുള്ള ചൊവ്വയുടെ ക്ഷേത്രത്തിൽ തന്നെ ഇരുന്നാൽ, ചൊവ്വയുടെ ക്ഷേത്രത്തിൽ തന്നെ അംശയിച്ചാൽ അവിടെ അപ്പൊ ചൊവ്വയാവും അംശകൻ. അപ്പൊ കുജാംശമായാല് ധാതു അഗ്നി പ്രഹരണ സാഹസം. ഇത് പോസിറ്റീവാണ്. ചൊവ്വ ക്ഷേത്രത്തിലിരിക്കണം. അപ്പൊ നല്ല പോലീസിലൊക്കെ നല്ല ഉന്നതമായ ജോലി കിട്ടി അതിൽ നിന്ന് പണം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കണം. ഓക്കെ, എന്ത് പ്രവൃത്തി ചെയ്തെന്നുള്ളതാണ് ഇത് വരുന്നത്. അടുത്തത് സൗമ്യാംശേ ലിപി ഗണിതാദി കാവ്യ ശില്പവും. സൗമ്യാംശേ ലിപി ഗണിതാദി കാവ്യശില്പവും. സൗമ്യാംശമാണെങ്കിൽ, സൗമ്യാംശം എന്ന് പറഞ്ഞാൽ ഇവിടെ അംശം വരും ചൊവ്വ 3ലാണ്. അപ്പൊ ഇവിടെ ചൊവ്വ വയ്ക്കുമ്പോൾ അകത്ത് കിടക്കണ ബുധനാണ്. ആ ബുധനിൽ അംശിച്ചു കഴിഞ്ഞാല് ലിപി എന്ന് പറഞ്ഞാൽ അക്ഷരം, എനി ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ്, ബുക്ക് എഴുതുക, പത്രം അച്ചടിക്കുക, മാഗസിൻസ് എഴുതുക, എനി ടൈപ്പ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ആക്ഷൻസ്. ഗണിതം, കാൽക്കുലേഷൻ, എനി ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻ, ഈവൻ ദ മാത്തമാറ്റീഷ്യൻ ക്യാൻ ബി. അതല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻ ഉള്ളവരെ, സോഫ്റ്റ്വെയർ ചെയ്യുന്ന, കോഡിങ് ചെയ്യുന്ന ആൾക്കാർ വരെ ചന്ദ്രൻ ബുധൻ ചേർക്കുകയാണ്. അത് സോഫ്റ്റ്വെയർ ചെയ്യണമെങ്കിൽ ചന്ദ്രൻ ബുധൻ ശുക്രൻ ചേർക്കുകയാണ്. അത് ചേർക്ക പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പരാശര മെത്തേഡ് ഇതിൻ്റെ ഉള്ളിൽ പറയുന്നുള്ളൂ. ലിപി ഏത് തരത്തിലുള്ള അച്ചടിയായാലും എഴുത്തായാലും എല്ലാം വരും. ഗണിതം വരും. കാവ്യം ആദ്യം ഇവിടെ കൊടുത്തേക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, എനി ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, ഇപ്പൊ ടാബ്, ലാപ്ടോപ്പ്, എന്ത് സാധനമായാലും. ഗണിതാദി, കാവ്യ ശില്പം, കാവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കുമാരനാശാന്റെ മറ്റേതൊക്കെ കേട്ടിട്ടില്ലേ? എന്താണ്? അനുപമ കൃപാനീതി അഖില ബാന്ധവൻ ശാക്യ ജിനദേവൻ ധർമ്മരശ്മി ചൊരിയുന്നാളേ ഉത്തര മധുരാപുരിക്കുത്തരോപാന്തത്തിലുള്ള വിസ്തൃതമാം രാജവീചിതൻ കിഴക്കരികിൽ എന്നും പറഞ്ഞിട്ട് ഉള്ള കരുണ മുതലായിട്ടുള്ള അതേപോലുള്ള കാവ്യങ്ങളൊക്കെ ഇല്ലേ, വലിയ വലിയ കാവ്യങ്ങൾ. ഇന്നത്തെ കാലം മാറിയപ്പോ എനി ടൈപ്പ് ഓഫ് നോവൽസോ ബുക്സോ ഇതേപോലെ കവിതകളോ കാവ്യങ്ങളോ കഥ ഉൾപ്പെട്ടിട്ടുള്ള കാവ്യങ്ങൾ ഇതൊക്കെ കാലം കഴിഞ്ഞ്. പിന്നെ ശില്പം, കൊത്തിയുണ്ടാക്കുന്ന ശില്പം. ഇനിയിപ്പോ നിങ്ങൾ സോഫ്റ്റ്വെയറിലെ AI ചെയ്താലും അതും ബുധനാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ധനം സമ്പാദിക്കാമെന്നാണ്. ഇവിടെ എല്ലാം ഞാൻ പറയുന്നുണ്ട്, കാരകത്വത്തിനാണ് പ്രാധാന്യം. നിങ്ങൾ എത്രത്തോളം കാരകത്വം നിങ്ങൾക്കറിയാമോ അത് വ്യഞ്ചിപ്പിച്ച് ഇതിന്റെ ബലം നോക്കി, ശത്രുവാണോ, മിത്രമാണോ, സമമാണോ, ഉച്ചമാണോ, നീചമാണോ, ദിഗ്ബലമുണ്ടോ, ബലം ഇല്ലേ, ഇത്തരത്തിൽ ഒക്കെ നമ്മൾ നോക്കി അസ്തംഗം, അസ്തമനം, വക്രം
ഇത് പോன்ற എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ഫലം പറയുന്നത്. പിന്നെ എത്രാമത്തെ രാശിയിലിരിക്കുന്നു, എത്രാമത്തെ ഭാവത്തിലിരിക്കുന്നു, ഭാവമുനയിലിരിക്കുന്ന നക്ഷത്രം ഏത്, നക്ഷത്രത്തിന്റെ ഏത് കാലിലിരിക്കുന്നു, ആ കാലാൽ കാല് ഏത്, നക്ഷത്രത്തിന്റെ ഉപനക്ഷത്രം ഏത്, ഉപനക്ഷത്രം ഏത്, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പല രീതിയിൽ എത്ര ഭാഗയിലിരിക്കുന്നു, HD ആണോ LD ആണോ, ഹൈ ഡിഗ്രി ആണോ ലോ ഡിഗ്രി ആണോ, ജൈമിനി പറഞ്ഞ പ്രകാരത്തിലും ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു തൊകുത്ത് ആ ഗ്രഹത്തിന്റെ ഷാർപ്പ്നെസ്, അതിന്റെ ഏകദേശം ഒരു 24ഓളം പാരാമീറ്റേഴ്സ് നോക്കിയിട്ടാണ് അതിന്റെ ഇവന്റ്സിനെ പറയുന്നത്, നികഴ്വുകളെ പറയുന്നത്. നികഴ്വുകളെ പറഞ്ഞാലേ നമുക്ക് നമ്മുടെ കാര്യമെങ്കിലും മനസ്സിലാക്കുള്ളൂ. ഇതിങ്ങനെ ഇരുന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഒരു വണ്ടിയായിട്ട് പോണ സമയത്ത് അവിടെ അപകടത്തിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നല്ല സുഖമായിട്ട് യാത്ര ചെയ്ത് തിരിച്ചു വരാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ വണ്ടി മേടിക്കാൻ സാധിക്കും, വണ്ടി മേടിക്കാൻ പോണത് ചുമന്ന കളറിലുള്ള വണ്ടിയായിരിക്കും, ആ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്പനിയുടെ വണ്ടിയായിരിക്കും, ഫോക്സ് വാഗൺ ആയിരിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് പറയണമെങ്കിൽ, ഏകദേശം സാധ്യത പറയണമെങ്കിൽ ഇത് വന്നം. എന്നാലും നമുക്ക് ഇപ്പൊ പർച്ചേസിങ് ആണോ, സെല്ലിംഗ് ആണോ, ബ്രോക്കറിങ് ആണോ, സ്ഥലമായിട്ട് ബന്ധപ്പെട്ടത് ചൊവ്വയെ വെച്ച് പറയണമെങ്കിൽ അതിലും ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ നോട്ടം ചേർക്ക് ഇതൊക്കെ വെച്ചും ഇരിക്കുന്ന രാശി വെച്ചിട്ടും വേണം പറയാൻ. അത്തരത്തിലൊക്കെ എങ്ങനെ പറയുന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കണക്ട് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ വരാഹമിഹിരാചാര്യൻ ഈ ശ്ലോകത്തിൽ പ്ലെയിൻ ആയിട്ട് കീ തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്ന മാതിരി സ്വല്പം വൃത്ത വിചിത്രം അർത്ഥബഹുലം ശാസ്ത്ര പ്ലവം പ്രാരംഭെന്ന് വരാഹമിഹിരാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജ്യോതിഷം പഠിക്കുന്നവർ കാണാണ്ട് പഠിക്കേണ്ട സാധനങ്ങളാണ് ഇവിടെ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്. ഒരു കാലത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇവിടെ വീണ്ടും എഴുതിയിടുന്നത്. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ജ്യോതിഷം നോക്കണ സമയത്ത് എല്ലാം നോക്കിയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു സംഭവം പറയുമ്പോൾ ഈ പ്രമാണം അങ്ങോട്ട് പറയും, കേൾക്കണവർക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അർക്കാംശേ തൃണകനകോർണഫേഷജാദ്യോ ഇങ്ങനെ പറഞ്ഞ് കേൾക്കാൻ എന്താ രസം. ചന്ദ്രാംശേ കൃഷിജലജ അങ്കനാശ്രയശ്ച ധാത്വാഗ്നി പ്രഹരണ സാഗസോ കുജാംശേ സൗമ്യാംശേ ലിപിഗണിതാദി കാവ്യശില്പൗ എന്ന് വരാഹമിഹിരാചാര്യൻ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് കൂട്ടുകച്ചവടം നടത്തുമ്പോൾ അത് ഒരു ഫിഷുമായിട്ട് ഒരു ബോട്ട് വാങ്ങിയിട്ട് അത് കടലിൽ പോയി മത്സ്യം കൊണ്ടുവരുന്ന കച്ചവടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ ജ്യോത്സ്യരെ അതാണ്, എനിക്കിപ്പോ 3-4 ബോട്ടുണ്ട്, ഇപ്പൊ മഴക്കാലമൊക്കെ അല്ലേ, കടലിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം വരും. അത് ലക്ഷണം കൊണ്ടെല്ലാം കൊണ്ടും നമ്മൾ മനസ്സിലാക്കി ബാക്കിയുള്ള ചന്ദ്രനാടിയും എടുത്ത് വരുന്ന ഗോചരവും എടുത്ത് ദശാബുദ്ധി അനുസരിച്ച്, ഇപ്പൊ ജാമക്കോൾ അറിയാമെങ്കിൽ ജാമക്കോൾ, അല്ലെങ്കിൽ ഘടികാര പ്രശ്നമാണെങ്കിൽ ഘടികാര പ്രശ്നം, അല്ലെങ്കിൽ സോഴിയാണെങ്കിൽ ഈ കവടി ഉരുട്ടിയോ അല്ലെങ്കിൽ ശങ്കറക്കിയൊക്കെ ഇതിൽ പറയാൻ പറ്റുമ്പോഴാണ് നമ്മൾക്ക് മറ്റുള്ളവരുടെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇന്നർ വിഷൻസും വേണം. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ഇത് നോക്കി ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കും. ദശ അനുസരിച്ചും ദശാബുദ്ധി അനുസരിച്ചിട്ടും അപഹാരാദി കാര്യങ്ങൾ, അതാണ് ബുദ്ധി എന്ന് പറഞ്ഞത്. ഗോചരം അനുസരിച്ചിട്ടൊക്കെ നമുക്ക് പോസിറ്റീവ് ആയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സക്സസ് ഉണ്ടാവും. അതും അത്തരത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണിത്. നമ്മളിത് പഠിച്ചാൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. ലെങ്ത് കൂടി പോയതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഇനി ജീവാംശം ഒക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഇങ്ങനെ ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം ഹരേശ്വരായ നമഃ.